രമ്യ, നിലവിൽ കേരള തീരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ പോലും ഏതു രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ ഉള്ള സാധനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ആ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതുപോലെ രക്ഷപ്പെട്ട് എത്തിയ ജീവനക്കാരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി. സ്വാതി, ഈ കപ്പലിലുള്ള കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ ഉൾപ്പെടെയുള്ള അവയെക്കുറിച്ചുള്ള ലഭ്യമായ വിവരം, അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അതായത് ഗൺ പൗഡർ ഉൾപ്പെടെ, ലിഥിയം ഗൺ പൗഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കണ്ടെയ്നറുകൾ ഉള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ ഏറ്റവും ലഭ്യമാകുന്ന ഇപ്പോഴും വ്യക്തതയില്ലാത്ത ഒരു വിവരം എന്ന് വെച്ചാൽ, ഈ പരിക്കേറ്റ, അതായത് 22 പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ 18 പേരെ പരിക്കേറ്റു ഇപ്പോൾ കപ്പലിലുള്ള 18 പേരെ എങ്ങോട്ടാണ് മാറ്റുന്നത്, അതായത് ഇവർക്ക് ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനിയും വ്യക്തത കൂടി വരേണ്ടതുള്ളത്. ഇപ്പോൾ കേരള തീരത്തു നിന്നും 80 കിലോമീറ്റർ ദൂരത്താണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പലുള്ളത്. ഇതിൽ ഈ 18ഓളം പേരാണ് പരിക്കേറ്റ് ഈ കപ്പലിലുള്ളത്. ഇവരെ കരയിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമുക്കൊരു വ്യക്തത കൈവന്നിട്ടില്ല, ഇവരെ എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ബേപ്പൂർ തുറമുഖത്താണ്. ഈ ബേപ്പൂരിലും ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ഈ പരിക്കേറ്റ ഇവരെ ബേപ്പൂരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ബേപ്പൂർ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് രാവിലെ ഈ കപ്പലിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ബേബി ഹോസ്പിറ്റലിലേക്ക്, അതായത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിളിച്ച് അവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സജ്ജീകരണങ്ങൾ ആരാഞ്ഞിരുന്നു. തുടർന്ന് തന്നെ ഏകദേശം 2ഓളം ആംബുലൻസുകൾ ഇവിടെയും ബേപ്പൂർ തുറമുഖത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 10ഓളം ആംബുലൻസുകൾ ഏത് നിമിഷവും ഇവർ ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങളുമായി 10ഓളം ആംബുലൻസുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആശുപത്രികളോടും സജ്ജമായിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുതന്നെയാലും ഇവരെ ഈ ബേപ്പൂരിലേക്കാണ്, അതായത് കോഴിക്കോട്ടേക്കാണോ മാറ്റുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. കാരണം ബേപ്പൂരിലേക്ക് മാറ്റാൻ സാങ്കേതികമായി കുറേ തടസ്സങ്ങളുണ്ട്. കാരണം ദൂരം ബേപ്പൂരിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെങ്കിലും വലിയ കപ്പലുകൾക്ക് ബേപ്പൂർ തുറമുഖത്തേക്ക് അടുക്കാനുള്ള സാഹചര്യമില്ല. വലിയ കപ്പലുകൾ പുറംകടലിലെത്തി അവരെ അതിൽ നിന്നും ചെറിയ കപ്പലുകളിലേക്ക് മാറ്റിയിട്ട് വേണം തീരത്തേക്ക് എത്തിക്കാൻ. ഇത് സാങ്കേതികമായി എടുക്കുന്ന സമയം, കൂടാതെ തന്നെ പൊള്ളലേറ്റവരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇത്തരത്തിൽ മറ്റൊരു കപ്പലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ കൂടുതൽ എളുപ്പം ഇത് മംഗലാപുരം തുറമുഖത്തേക്കായിരിക്കും കൂടുതൽ രോഗികളെ. കാരണം വലിയ കപ്പലുകൾ തീരത്ത് അടുക്കാൻ സാധിക്കും. കൂടാതെ ഇവരെ അവിടെ നിന്ന് എളുപ്പത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയും. കൂടാതെ തന്നെ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളും വിവരങ്ങളും ലഭ്യമാകേണ്ടതുണ്ട്. കാരണം പൊള്ളലേറ്റവരാണ്. അപ്പോൾ എയർലിഫ്റ്റിംഗ് സാധ്യതകൾ എത്രമാത്രം ശ്രമകരമാണ്, എത്രമാത്രം സാധ്യമാണ് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇവരെ ഷിപ്പിലായിരിക്കും ഇത്തരത്തിൽ മാറ്റുക എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ എങ്ങോട്ട് മാറ്റും എന്നുള്ളത് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെയായിട്ടും അതിലൊരു വ്യക്തത വന്നിട്ടില്ല. പോർട്ട് ഓഫീസറുമായി ബന്ധപ്പെട്ടും ചോദിച്ചപ്പോൾ ഈ കോഴിക്കോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ കോഴിക്കോട്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കാത്തിരിക്കുകയാണ്. ആശുപത്രികളാണെങ്കിലും ഇപ്പോൾ പോർട്ടിൽ ആംബുലൻസുകളാണെങ്കിലും